പുതിയ GST വന്നു, എല്ലാവരും ജാഗ്രതയായി. കാരണം ഓരോ ടാക്സ് കൂടുമ്പോഴും ടാക്സ് കുറയുമ്പോഴും അതിനനുസരിച്ച് ബില്ല് അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കണമെന്നില്ല. നമ്മൾ പമ്പിൽ പോകുന്നു, സാധനങ്ങൾ മേടിക്കുന്നു, മെഡിക്കൽ സ്റ്റോറിൽ പോകുന്നു, അങ്ങനെ മറ്റേ മാളുകളിൽ പോകുന്നു. വലിയ സാധനം നമുക്ക് നീണ്ടൊരു ലിസ്റ്റായിരിക്കും നമുക്ക് തരുന്നത്. ആ ലിസ്റ്റിന് ഇങ്ങനെ കുരുകുരാ എഴുതിയിരിക്കും. അതിനകത്ത് GST എന്ന് എഴുതാൻ ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണമെന്നില്ല. നമ്മളിപ്പോൾ ഒരുവിധ സാമ്പത്തികമുള്ളവരാണെങ്കിൽ പിന്നെ ഇനിയിപ്പോൾ GST നോക്കി മാനക്കേട് വരണ്ടെന്ന് വിചാരിച്ചിട്ട് പൈസ കൊടുത്തിട്ട് പോകും. അങ്ങനെയാണ് ചെയ്യുന്നത്. നല്ല ടാക്സ് എത്ര എന്നൊക്കെ നോക്കി ആരും നിൽക്കാറില്ല. പിന്നെ ചിലർ എല്ലാം കൃത്യമായിട്ട് നോക്കും. എന്തായാലും നിങ്ങൾ കുറച്ച് ദിവസത്തേക്ക് ആര് സാധനം വാങ്ങിച്ചാലും GST നിരക്കൊന്ന് നോക്കണം. കാരണം അത് 12 നിന്ന് 5-ലേക്കും 28 നിന്ന് 18-ലേക്കും ഒക്കെ കുറച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കാർ വാങ്ങുന്നവർ, സ്കൂട്ടർ വാങ്ങുന്നവർ, കോസ്മെറ്റിക് സാധനങ്ങൾ വാങ്ങുന്നവർ, ഇലക്ട്രോണിക് സാധനങ്ങൾ വാങ്ങുന്നവർ, ഒരുപാട് വസ്തുക്കൾക്ക് GST കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് GSTയുടെ പൈസ തിങ്കളാഴ്ച മുതലാണ് കുറയുമെന്ന് പറയുന്നത്. ഇന്നിപ്പോൾ ഞായർ തിങ്കളാഴ്ച മുതൽ അപ്പോൾ GST നിരക്ക് കുറഞ്ഞിട്ടുണ്ട്. ആര് കാർ വാങ്ങുമ്പോഴും, ആര് സ്കൂട്ടർ വാങ്ങുമ്പോഴും, ആര് ഇലക്ട്രോണിക് സാധനങ്ങൾ വാങ്ങുമ്പോഴും, ആര് ഭക്ഷ്യവസ്തുക്കൾ വാങ്ങുമ്പോഴും, ആര് മെഡിക്കൽ വസ്തുക്കൾ, എന്ത് വസ്തു, പിന്നെ കളിപ്പാട്ട്, ഒരുപാട് സാധനങ്ങൾ കുറഞ്ഞിട്ടുണ്ട്. ഒരു 200ഓളം സാധനങ്ങൾക്കാണ് കുറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾ നോക്കുക. സംശയമുണ്ടെങ്കിൽ ഷോപ്പിൽ ചോദിക്കണം, സ്ഥാപനത്തിൽ ചോദിക്കണം. പഴയ GST എത്രയാണെന്ന് ചോദിക്കണം, പുതിയ GSTയിലോട്ട് മാറിയിട്ടുണ്ടോ എന്ന് ചോദിക്കണം. കാര്യം ഇത് കമ്പ്യൂട്ടറിലൊക്കെ ആകുമ്പോൾ ചില അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ നടത്താൻ പറ്റും, നമുക്കറിയാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരും തിങ്കളാഴ്ച മുതൽ GSTയുടെ നിരക്കിൽ വന്നിട്ടുള്ള വ്യത്യാസം എത്രയെന്ന് പഠിക്കുകയും അതിനനുസരിച്ച് ചെയ്യുമാണ്. കാരണം രാജ്യത്ത് നമ്മൾ ടാക്സ് കൂട്ടിയാലും കുറച്ചാലും എടുത്തു കളഞ്ഞാലും പിന്നെ ചുമത്തിയാലും ഒക്കെ അത് നമ്മളെ പ്രതിഫലിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കാനുള്ളൊരു പൗരബോധം നമുക്ക് വേണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. തിങ്കളാഴ്ച മുതൽ എല്ലാവരും ജാഗ്രത. ആര് ഏത് ബില്ല് വാങ്ങിയാലും അതിൽ GST എത്ര പെർസെൻറ്റേജ് നോക്കുക. സംശയമുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾ ആ സ്ഥാപനക്കാരനോട്, കടക്കാരനോട്, ഷോപ്പുകാരനോട് ചോദിക്കുക. ഇത് പഴയ GST അല്ലേ ഇട്ടിരിക്കുന്നത്, പുതിയ GST മാറിയല്ലോ. സംശയം ഉണ്ടെങ്കിൽ ഗൂഗിളിൽ അടിച്ച് നോക്കുക. അല്ലെങ്കിൽ GSTൻ്റെ സൈറ്റുണ്ട്, ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങളിൽ പോയി നിങ്ങൾ മനസ്സിലാക്കി വഞ്ചിക്കപ്പെടാതിരിക്കണം. കാരണം പൂഴ്ത്തിവയ്പ്പ്, ടാക്സ് വെട്ടിപ്പൊക്കെ നമ്മുടെ ഒരു പാരമ്പര്യം തന്നെയാണ്. അതുകൊണ്ട് വളരെ കൃത്യമായി ഇത് പഴയ GST ആണ്, പഴയ സാധനമാണ്, പുതിയ ബില്ലിട്ട് വന്നില്ല, പുതിയ സാധനം വന്നില്ല, ഇത് പഴയ ഗോഡൗണാണ്, ഇത് പുതിയ, ഇങ്ങനെ ഒരുപാട് ന്യായങ്ങളൊക്കെ ചില വ്യാപാരികളെങ്കിലും പറയും. എല്ലാവരും അല്ല. അതുകൊണ്ട് അത് വളരെ കൃത്യമായി നിങ്ങൾ പരിശോധിക്കുക. കൃത്യമായി കാര്യങ്ങൾ ചെയ്തു പോകണം. GSTയിലുള്ള കുറവിൻ്റെ ഗുണം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങളും കൂടി ജാഗ്രതയും.